Hello guys, welcome back to my channel. My second part. എന്താ പറയാ, മറ്റേ മല കയറാൻ പറ്റിയില്ല. നമ്മൾ ലേറ്റ് ആയി പോയി കുറച്ച്. നമ്മൾ തിരിച്ചു നടക്കുക അല്ലേ? ഇവക്ക് പറയാനൊന്നുമില്ല. ഇവിടെ കൊറേ കഴുതകളെ കണ്ടു. കണ്ടില്ല. നമുക്ക് എന്താ മറ്റേ പുഴയിലെന്തോ കുളിക്കാനോ അങ്ങനെ എന്തോ ഉണ്ട്, വെള്ളത്തിലിറങ്ങാൻ. അതിന് കാണാം. ഓക്കെ, മെയിൻ റോഡെത്തി. ബായ്. ബാക്കിയുള്ളവരൊക്കെ അവിടം വരെ പോയി, ആ മുകളിൽ ആ മലേൻ്റെ. നമ്മളിങ്ങനെ നടക്കുക. ഇന്ന് കയറാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ നടന്നു പോവുകയാണ് ഗൈസ്. എന്താണ് ഗൈസ്, നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. പോയിട്ട് എത്തുന്നില്ല. ഗായ്സ് നോക്കൂ, ആ കളി. എത്തിയില്ല, എത്താൻ പോണുള്ളൂ നമ്മൾ. വാ വാ, അക്ക് നീന്താ അറിയില്ലല്ലോ. ഫുള്ള് കുളിച്ചിട്ട് നമ്മളിതാ ഈ ഒരു സമയത്ത് നമ്മൾ കുളിച്ച്. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. നമ്മൾ NSS യൂണിഫോം ഇട്ടിട്ടാ പോകുന്നത്. എന്തോ മല കയറാൻ തോന്നുന്നു. അവിടെ തിരിയണം. ഓക്കെ, ബൈ. ഗൈസ്, നമ്മൾ നടക്കുകയാണ്. അയ്യോ, ഗൈസ്, നമ്മൾ ഈ മല കയറാൻ പോവാൻ. മലയെന്ന് എന്താ തേങ്ങ വലിയ ദേവീത. ഗൈസ്, മലേന്റെ മുകളില് അതെന്താ എങ്ങാണ്ട് ജാക്കറ്റ് ഇട്ടെങ്കിൽ അവിടുന്ന് ഫോട്ടോ എടുക്കി. അവിടുന്ന് ഫോട്ടോ എടുക്കില്ലേ മണ്ടത്തി. മുടിയൊക്കെ മാറി എന്താ കാച്ചുണ്ട്. സൂപ്പർ.
നമ്മളവിടെ ഇവിടെ നിന്നിങ്ങനെ ആസ്വദിക്കാണ്. ദേവിക, എങ്ങനെയുണ്ട് ഈ സ്ഥലം? നല്ല ക്ഷീണമുണ്ട്. കൊറേ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കേറിയത്. വ്യൂ കൊഴപ്പില്ല, പക്ഷെ ഇന്നലത്തെ ഒന്നുകൂടി ബെറ്റർ. എന്താ പറയാ, നല്ല വെള്ളത്തിനാക്കിട്ട് ഇനി എങ്ങനെ ഇറങ്ങും നമുക്ക് അറിയില്ലല്ലോ. അതെ ഗൈസ്, ഇനി ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുന്നു ഞങ്ങൾക്കൊരു യാതൊരു ഐഡിയയും ഇല്ല. എങ്ങനെയായിരിക്കും ഇറങ്ങാ? എങ്ങനെയെങ്കിലും ഇറങ്ങാം നമുക്ക്. അതുല്യ ചൊണ്ണതിരി നമ്മളവിടെ വെയിലത്തേക്കാണ്. അതുകൊണ്ട് വെയിൽ അറിയില്ലല്ലോ. ചില നേരം അറിയണ്ട്, ചില നേരം അറിയില്ല. ഇതാണ് ഗൈസ് നമ്മളെ അട്ടേന്റെ പാട്ട്. ഗൈസ് നമ്മൾ ഈലെ ഇറങ്ങാൻ പോകണതാ. ഈലെ അവിടത്തോ വാ. നേരം എങ്ങനെ പറയട്ടെ. അടുത്ത സ്ഥലം ഏതാ നോക്കിട്ട് നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഐശ്വര്യാസ് ചാനൽ. ഓ ഇവിടെ വിൻഡിമില്ല അടിപൊളി കേട്ടോ, മാഷാഅല്ലാഹ്. ഹയറായിട്ട് എല്ലാവരും കേറി വന്ന്. സാറേ എനിക്ക് എന്താ പറയാണ്ടോ? ഒന്നും പറയാനില്ല. അമേസിംഗ് എന്തേ പറയൂ. ഇതൊക്കെ യൂട്യൂബിൽ വരട്ടോ, ഇതെല്ലാം യൂട്യൂബിൽ വരാനുള്ള മുഖം പൊത്തിരുന്ന് കാര്യമില്ല, പുറത്ത് വന്ന് വെളിപ്പെടുത്തൽ. ഇതാ ഇന്നത്തെ പ്രതി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇസാന്റെ ഇന്നലെ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു, മിസ്സാക്കിയ ആൾക്കാർ. ഇസാനെ ഇന്നലത്തെ ബെല്ലി ഡാൻസ് ഇട്ടെടുക്ക്. ഇസാൻ സീന് ബെല്ലി ഡാൻസ്, ഒരു രക്ഷയില്ലാത്ത ബെല്ലി ഡാൻസ് ആയിരുന്നു. ട്രിപ്പ് പുരോഗമതിയിലേക്ക് കേട്ടോ. ട്രിപ്പ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് യാത്രയോട് കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഇപ്പോൾ റൂമിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഗൈസ്, നമ്മളപ്പോ പോവാണ് ഇവിടുന്ന്. മാറ്റി ഇനിയിപ്പോ നമുക്ക് ബസ് സ്ഥലത്തേക്ക് പോവാണ്ടി. ബസ് സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതാ ഗൈസ് ആ കാഴ്ച. ഈ വെള്ളത്തിലാണ് നമ്മളിന്ന് കുടിച്ചത്. കുറച്ച് അങ്ങോട്ടേക്ക് പോണമായി. ഇവിടെ നമ്മൾ നിന്ന് ഇവിടെ നൈറ്റ് കാണാൻ ഒന്നും കാണുന്നില്ല. ഈ നൈറ്റ് അവിടെ ചോപ്പ് മാത്രം കാണുന്നത്. ആൻഡ് അത്രയൊക്കെ തന്നെ ഗൈസ്. റൂംമേറ്റ്സ് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നുള്ളൂ. എന്താ ഇറങ്ങുന്നുള്ളൂ, പിന്നെ ഇറങ്ങിപ്പോ.
നമ്മളെ ഗണശ്യാമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ബീബി ഗണശ്യാം, ഞാൻ വേറെന്തെങ്കിലൊക്കെ പറയും. ഓൻ വേറെന്തെങ്കിലും പറയുന്നത്. ഇപ്പൊ വൈബാണ് കഴിച്ച, ഇവിടെ അടിച്ച് പൊളിച്ച് ഗംഭീര വൈബാണ്. എല്ലാരും ഒരേ മൂഡിലാണ്. ഇവര് നിങ്ങളെ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർ കണ്ടോ, ചത്ത വൈബാണ്. ഗണശ്യാമൊക്കെ പറഞ്ഞാല് ഫുൾ ടൈം ഓണാണ്. റെസ്റ്റോറന്റ് എന്തായാലും കളിക്കാറോ വ്ളോഗ് എടുക്കുന്നില്ല. ഇത് നമ്മളിപ്പോ ഇവിടെ മൂട് പരിപാടിയാണ്. ഫോണിനെ പറ്റി സംസാരിക്കാൻ പോലും ഇപ്പോ ഇവിടെ ഇപ്പൊ ഡേലാമോ എന്നുള്ള പാട്ടാണ് വെച്ചത്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ കുറച്ച് ഇങ്ങനെ ഓണായ ടീം, ഓൺ മീൻസ് അങ്ങനെ ഓണല്ല, എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടും. അതാണ് ഞങ്ങളൊരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. കുറച്ച് ടീം ഇത് അവിടെ ഉണ്ട്. ഇവലൊക്കെ പറഞ്ഞാല് പരിപാടി തുടങ്ങിയാൽ കുത്തിരിപ്പ. ഇവളൊക്കെ വേറൊരു വന്നേ പാട് ഉറക്കാം. സാറിങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് മാത്രം കളിക്കുക. കുട്ടീനെ പേടിച്ചിട്ട് അടങ്ങാണ്ട് കുത്തിരിക്കുക. അപ്പൊ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കളിച്ചാ ഇവിടെ വന്ന കുത്തിരിപ്പ. അച്ചാറങ്ങ് ഫുൾ ടൈം ഓണാണ്. പ്രിയ MLA അഡ്വക്കേറ്റ് ജയൻ സാർ, അതുപോലെ തന്നെ നമ്മളുടെ പ്രിൻസിപ്പൽ ഷൈനി സിസ്റ്റർ, അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാം രോമാഞ്ചമായി ലിജോ സാറിന്റെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് പറഞ്ഞാൽ NSSന്റെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നാളെ എന്താ പ്രത്യേകത എന്നൊക്കെ അറിയോ? അറിയില്ല അല്ലേ സാർ? ആർക്കും അറിയില്ല. ആഘോഷിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ ഓരോ ഇന്ത്യൻ പൗരന്റെയും കർത്തവ്യമാണ് ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. നമ്മളെ പൂർവികർ, അതായത് ഗാന്ധിജി പോലെ ഉൾപ്പെടുന്ന ഒരുപാട് മഹാന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. This is my college. Yo. പശ്ചിമഘട്ടത്തിന്റെ കഥകളൊന്നും യെസ് അദിത്ത് പി വ്ളോഗ് നമ്മളോട് അങ്ങനെ ചിത്രാല കണ്ടോ? ഒരു മൂടി വേണം. അതിട്ടൊന്ന് ചിരിച്ചെടുക്കണം. ചെക്കായി നിൽക്കുന്ന ആദിത്യ, അനാമിക. നല്ല നീലക്കുയിലാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഹായ് ഹസയാണ് വരയ്ക്കുന്നത്. ആർട്ടിസ്റ്റ് ദേവന്താണ് വരച്ചുത്തിരിക്കുക. ഇതാ നമ്മളെ സ്ഥിരം ആദിത്യ.
ഇത് ആദിത്. ഇവരിവിടെ എന്തോ കാണാൻ. ഹായ്. Yeah. നിന്റെ കയ്യൊക്കെ കാണുന്നത്. അതാ നമ്മൾ ആദ്യത്തിന്റെ കയ്യിൽ പെയിന്റ് അടിക്കുന്നു. മൈലാഞ്ചിയോ? അതെ, മൈലാഞ്ചി ഇടുകയാണ്. അനാമിക വരാത്ത ആള് എന്തേ പറയും? ഹായ് ഗായ്സ്, ട്രിപ്പിന് ഞാൻ ഇല്ലാത്തോണ്ട വ്ളോഗ് ഇത്ര ഇതായി പോയത്. ഞാനും കൂടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചാവട്ടി പുറത്താക്കി. ട്രിപ്പിനുണ്ടെങ്കിൽ നമ്മളെല്ലാരും വൈറ്റാ. വൈറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്. കേൾക്കുന്ന അവസ്ഥ. Guys, thank you for watching my vlog. See you next vlog guys. അടുത്തൊരു വ്ളോഗിൽ നമുക്ക് പിന്നെയും വരാം. So bye. Subscribe, like, share, comment. Bye.